ബഹുമാനപ്പെട്ട ഭാരതീയരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ, നാം ഇന്ന് കണ്ടുകൊണ്ട് ദിനം പ്രതി ഇഡിയെയും സിബിഐയും വെച്ചുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന BJP NDA സഖ്യം നടത്തുന്ന പ്രതികാര രാഷ്ട്രീയം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ, സോണിയാഗാന്ധിക്കെതിരെയും ഇഡിയെയും സിബിഐയും വെച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 1947 ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പൊരുതിയ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ബ്രിട്ടീഷുകാരെ ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തിലുള്ള തിരുത്തൽവാദികളെ നിലക്ക് കൊണ്ടുവരുവാനും കോൺഗ്രസിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഓരോ പ്രവർത്തനയും ശൈലികളും, അല്ലെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലും ബന്ധവും, പ്രത്യേകിച്ചും എല്ലാ വിഭാഗത്തോടും അദ്ദേഹം കാണിക്കുന്ന സ്നേഹവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കണ്ട് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും കാണിക്കുന്ന ഈ വെപ്രാളം, അല്ലെങ്കിൽ ഇഡിയെയും സിബിഐയെയും വെച്ച് അധികാരത്തിന്റെ ഹുങ്ക് വെച്ച് കാണിക്കുന്ന ഈ ധാർഷ്ട്യം നിർത്തണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ശ്രീമതി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. അത് ഞങ്ങളുടെ അവസാന ശ്വാസം വരെയും, ഞങ്ങളുടെ ശ്വാസം നിലയ്ക്കുന്നവരെ സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടൊപ്പം ഉണ്ടാകുമെന്ന് ഇത്തരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന, ഏകാധിപത്യ ഭരണം നടത്തുന്ന NDA സഖ്യത്തിനെതിരെ ശക്തമായ നിലപാടുകളും പോരാട്ടങ്ങളും നടത്തുക തന്നെ ചെയ്യും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മാപ്പെഴുതി കൊടുത്ത ചരിത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല, അല്ലെങ്കിൽ ഷൂ നോക്കിയ പാരമ്പര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ സമരം നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ഞങ്ങൾക്ക് മാതൃക. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്, അങ്ങനെ തുടങ്ങിയ നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞങ്ങളെ ഉമ്മാറ്റി കാട്ടി ഭയപ്പെടുത്താൻ അമിത്ഷായും നരേന്ദ്രമോദിയും ശ്രമിക്കണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിനെതിരെ ശക്തമായ പോരാടുക തന്നെ ചെയ്യും ഞങ്ങളുടെ അവസാന ശ്വാസം വരെ. ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ജയ് സോണിയാഗാന്ധി, ജയ് ഖാർഗെജി, ജയ് രാഹുൽ ഗാന്ധി.